കോഴിക്കോട് വെള്ളയിൽ വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിൽ ബെൻസ് കാർ ഓടിച്ചിരുന്ന സാബിത്തിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അപകടത്തിൽ മരിച്ച ആൽവിന്റെ മൃതദേഹം സംസ്കരിച്ചു. വടകര കടമേരി തണ്ണീർപന്തലിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. അഭിജിത്ത് മുഴക്കുന്ന് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, വിദേശത്തായിരുന്നു ആൽവിൻ. ചികിത്സാ സംബന്ധമായി നാട്ടിലേക്ക് എത്തി. അപ്പോഴാണ് മുൻപ് ജോലി ചെയ്തിരുന്ന കമ്പനിക്ക് വേണ്ടി ഒരു പ്രൊമോഷണൽ വീഡിയോ ചെയ്യാൻ ഇറങ്ങിയത്. അങ്ങനെയാണ് ഇന്നലെ ആ ദാരുണമായ മരണമുണ്ടായതും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. സംസ്കാരം നടന്നിരിക്കുന്നു. ഒപ്പം മറ്റ് പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ് പോകുന്നത്? ഇതിൽ ബെൻസ് കാർ ഇടിച്ചു തന്നെയാണ് അപകടം എന്നത് കണ്ടെത്തി. കൂടുതൽ വിവരങ്ങൾ. അനുജ, ഇന്നാണ് ഈ വാഹനാപകടത്തിന് ഇടയാക്കിയത് ബെൻസ് കാറാണ് എന്നുള്ളൊരു അനുമാനത്തിലേക്ക്, എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പോലീസിനെ സഹായിച്ചത് ഈ വീഡിയോ ചിത്രീകരണ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ആ ദൃശ്യങ്ങളാണ്. ഇത് ആൽവിൻ തൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ പോലീസിൻ്റെ കൈവശമുണ്ട്. അത് പരിശോധിച്ചതിൽ നിന്നാണ് ബെൻസ് കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ബെൻസ് കാർ ഓടിച്ചിരുന്നത് സാബിത്ത് എന്നയാളാണ്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിൽ അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രദ്ധമായി വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകടമുണ്ടായതിന് പിന്നാലെ ഈ സാബിത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് ഇതിന് തൊട്ടിപ്പുറം കാണുന്ന ഡിഫൻഡർ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ്. അതിനൊരു കാരണമായി പോലീസ് പറയുന്നത് ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുള്ള കാരണം, ഈ ബെൻസ് കാറിന്, അപകടമുണ്ടാക്കിയ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകുമോ എന്ന് ഭയന്ന് ഡിഫൻഡറാണ് അപകടമുണ്ടാക്കിയത് എന്ന് പോലീസിനെ ഈ പ്രതി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ FIR-ലടക്കം ഈ ഡിഫൻഡർ കാറാണ് ഉണ്ടായിരുന്നത്. ഈ ഡിഫൻഡർ കാർ ഓടിച്ച ആൾക്കെതിരെയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ ദൃശ്യങ്ങൾ ഒരു തെളിവായി മാറുകയും തുടർന്ന് സാബിത്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. പിന്നീട് അയാളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയായിരുന്നു. എന്തായാലും ഏറ്റവും ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. തൻ്റെ ജോലിയുടെ ഭാഗമായാണ് വടകര സ്വദേശിയായ ആൽവിൻ കോഴിക്കോടേക്ക് എത്തുന്നത്. അങ്ങനെ ആ ചിത്രീകരണം നടക്കുന്നതിനിടെയാണ് ഈ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് മരണം സംഭവിക്കുന്നത്. തലയ്ക്കേറ്റ ക്ഷതമാണ് ഈ ആൽവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നിലവിൽ ഇപ്പോൾ ആൽവിനെ വീട്ടിലേക്ക് എത്തിക്കുകയും തുടർന്ന് അല്പനേരം പൊതുദർശനം നടന്നതിന് ശേഷം നിലവിൽ ആൽവിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിൽ ഉണ്ടാകാനുള്ളത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടികളാണ്. അതിലൊന്ന്, ഈ വാഹനം ഓടിച്ച 2 പേരുടെ ലൈസൻസുകൾ റദ്ദാക്കാനുള്ള ഒരു നീക്കം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. കാരണം അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ പ്രാഥമികമായി മോട്ടോർ വാഹന വകുപ്പിന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ നടപടികൾ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുജ. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകി.